നിനക്കെന്തും പറയാം. നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണത്തിന് മുന്നേ ഞാനും നിന്നെപ്പോലെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ചേട്ടാ ഇതൊക്കെ എല്ലായിടത്തുള്ളതാണ്. നിങ്ങൾ ഈ കിടന്ന് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്ന് കൂളായേ വാ, നമുക്ക് റൂമേ പോവാം, രണ്ടെണ്ണം അടിക്കാം, അപ്പോൾ ഒക്കെ ശരിയോ. അങ്ങനെയൊന്നും അല്ലടാ. ഇയാളിത് ഒരു ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടി വിചാരിച്ച് വന്നതാ. ആ നമ്മുടെ സജീവട്ടം വരുന്നില്ലോ. എവിടെയായിരുന്നു മനുഷ്യ? നല്ലൊരു വീക്കെൻഡ് ആയിട്ട്. ഒന്നും പറയണ്ടേ, ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. സമയം പോയത് അറിഞ്ഞില്ല. എന്താണ് മൊത്തം ഒരു ഇരുണ്ട അന്തരീക്ഷം. കണ്ടിട്ട് പതിവ് വൈഫൈ നെറ്റ്വർക്ക് ഇറാന്നുണ്ടല്ലോ. അതന്നെ ഫുള്ള് കലിപ്പില പുള്ളി. എന്തുവാ എൻ്റെ ചേട്ടാ മടുത്ത് ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ തുടങ്ങും. നിങ്ങൾക്ക് ചിരി, ബാക്കിയുള്ളവരോട് ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. അല്ല ചേട്ടാ, ചേട്ടൻ എങ്ങനെയാണ് വീട്ടിൽ മാനേജ് ചെയ്യുന്നത്? ഇതൊക്കെ ഒരു കലാപരിപാടിയാണ് മോനെ. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ആ കലാപരിപാടി പുള്ളിക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഹെൽപ്പ് പോലെ. നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പെണ്ണുമ്പോൾ എന്തിട്ടാ നിന്നോട് പറയാ, ഷൂ എടുത്തിട്ട് സ്റ്റാൻഡിൽ വെക്കുക, കീ എടുത്ത് കറക്റ്റ് പ്ലേസിൽ വെക്കുക, നിന്റെ ബാഗ് എടുത്ത് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ തന്നെയല്ലേ? ആ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ പറയുമ്പോൾ നൈസായിട്ടൊന്നാണ്ട് അഭിനയിച്ചു കൊടുക്കും. ആ കീ എടുത്തിട്ട് അത് സ്റ്റാൻഡുമ്പോൾ തൂക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് ആ കീ എടുത്ത് അവിടെ വെക്കണ പോലെ ജസ്റ്റ് ഒന്ന് അഭിനയിക്കും. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു അഭിനയം. എന്നാലും അഭിനയം അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ. ഇനിയിപ്പോൾ മോപ്പ് എടുത്തിട്ട് അവൾ തുടയ്ക്കാൻ പറയുമ്പോൾ എന്നോട് ഞാൻ എന്ത് പറയും? ഈ മോപ്പ് എടുത്തിട്ട് ജസ്റ്റ് എടുത്തിട്ട് രണ്ടെണ്ണം തൂക്കും. ആ സാധനം അതേപോലെ തന്നെ. അത് അവൾ വിചാരിക്കും ഞാൻ ഏതോ അവൾ പറഞ്ഞിട്ട് കേൾക്കണ്ടെന്ന്. എവിടെ സിമ്മായിട്ടാണ് അഭിനയിക്കുക അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ടോ എൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇതൊന്നല്ല. കുക്കിംഗ് ചെയ്യണ സമയത്ത് ഒരു അഭിനയം ഉണ്ട് മോനെ. ആ സമയത്ത് അതിൽ അവൾ വീണിരിക്കും. ഓ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എൻ്റെ ഇടയിൽ ആരത്? ചേച്ചിനാണോ സീനാണോ? ആ അതന്നെ കോപ്പും. മനുഷ്യ, നിങ്ങൾ ഫോൺ മനഃപൂർവ്വം കട്ട് ചെയ്യായിരുന്നല്ലേ? നീ വാങ്ങിച്ചു വെച്ചിട്ട് ഇവിടെ ഒന്ന് കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുക. സജീവട്ടാ ഈ നേരത്തെ നിങ്ങൾ എന്ത് അഭിനയം കാഴ്ച വയ്ക്കും? ഞാനത് ഇപ്പം തന്നെ പറയണോ? പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ? മതി മതി.